ഈശ്വര, ഇത്ര പെട്ടെന്ന് നേരം വെളുത്തോ? ചക്കി, എടി ചക്കി, എടി ചക്കി, എഴുന്നേക്കടി. അമ്മയുടെ കള്ളക്കുട്ടി, നേരം വെളുത്തു, എഴുന്നേക്ക്. എഴുന്നേറ്റേ ചക്കി, എഴുന്നേക്കെന്റെ ചക്കരെ. ചക്കി, എടി എഴുന്നേക്കാനാ പറഞ്ഞത്. എഴുന്നേക്കടി, നിന്റെ കള്ള ഉറക്കമൊക്കെ മതി, എഴുന്നേക്ക്. ചക്കി. എന്റെ അമ്മക്കുട്ടി, ഞാൻ ഇച്ചിരി നേരം കൂടി ഒന്ന് കിടക്കട്ടെ. ഒച്ചോടാ, ചിണുക്കം കണ്ടാ തോന്നും ഇന്നലെ രാത്രി എന്റെ കൂടെ ഒട്ടും ഉറങ്ങിയിട്ടില്ലാന്ന്. ഇല്ല, കോഴി മോഷണമായിരുന്നു. അങ്ങനെ വിട്ട പറ്റില്ലല്ലോ. എന്താ അമ്മക്കുട്ടി ഇത്? ഒരു ദിവസം കൂടി കഴിഞ്ഞ 18 വയസ്സ് തികയുന്ന പെണ്ണ. ഇപ്പോഴും അമ്മച്ചൂട് പറ്റി കിടക്കുന്ന ഇള്ള കുട്ടിയാണെന്ന വിചാരം. പിന്നല്ലാതെ ഓട്ടവകാശം കിട്ടിയെന്ന് വെച്ച്? ഓട്ടവകാശം മാത്രമല്ല, കെട്ടിച്ചു വിടാറും ആയി. ഓ, തുടങ്ങി. എന്ത് പറഞ്ഞാലും ഒരു കല്യാണക്കാര്യം. അതിന് ഞാൻ ഇവിടുന്ന് പോയിട്ട് വേണ്ടേ? ശരി, പോണ്ട. എന്തായാലും നാളെ നിന്റെ അച്ഛനിങ്ങ് വരട്ടെ, എന്നിട്ട് ഞങ്ങള് ചിലത് തീരുമാനിക്കുന്നൊക്കെ ഉണ്ട്. ഓ അമ്മക്കുട്ടി, രാവിലെ തന്നെ എന്റെ മൂഡ് കളയല്ലേ. എടീ, ഈ പെണ്ണിന്റെ ഒരു കാര്യം. അമ്മ എഴുന്നേറ്റ് നാമജപം തുടങ്ങി. എടി എഴുന്നേക്കാനാ പറഞ്ഞേ. വാ, എഴുന്നേക്കെന്റെ കള്ള കൃഷ്ണ. വാടാ, നമുക്ക് ജോഗിങ്ങിന് പോണ്ടേ? വാടാ എന്റെ ചക്കരേ, വാടാ മുത്തേ, വാ വാ വാ, ഇറങ്ങ 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 ഇറങ്ങ. നടന്നേ നടന്നേ. വണ്ടി പോട്ടെ പോട്ടെ പോട്ടെ, വണ്ടി പോട്ടെ. ആ, എന്റെ വൈക്കത്തപ്പ, കാത്തു രക്ഷിക്കണേ. വാണി. ഹായ്, ഗുഡ് മോർണിംഗ്. എന്റെ ചങ്കക്കുട്ടി, എന്റെ പതിവുള്ള കോട്ടയങ്ങ് തന്നെ. ഒരു ഉമ്മയിൽ കൂടുതൽ നിനക്ക് തന്ന നിന്റെ അമ്മയുടെ മുഖം പാടും. അതൊക്കെ ഇവളുടെ മാത്രം കുത്തകയാ. ഒന്ന് പോമ്മ, വേണമെങ്കി ഒന്നുകൂടെ ആവാം. എന്തായാലും ശരി, ഞാൻ ചായ. ശരി, എന്നാ എടുക്ക്. നന്ദൻ ഇത്തവണ വന്നപ്പോ കൊണ്ടുവന്ന ചായപ്പൊടി എനിക്ക് നന്നായിട്ട് പിടിച്ചു. നല്ല സുഗന്ധ. മകന്റെ തേയിലത്തോട്ടത്തിന് അമ്മയുടെ വക പരസ്യം. നന്ദൻ വരുമോ മോളെ ഇന്ന്? ആ, വന്നേക്കും. ചക്കിയുടെ പിറന്നാളല്ലേ അമ്മേ മറ്റന്നാള്. 18ാം പിറന്നാൾ അതിഗംഭീരമായിട്ട് ആഘോഷിക്കാനാ നന്ദേട്ടന്റെ പദ്ധതി. എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടാള്. മോളോട് എന്തെങ്കിലും സൂചിപ്പിച്ചായിരുന്നോ? എവിടെ, ഒന്നും തെളിച്ചങ്ങോട്ട് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിലും നന്ദേട്ടന്റെ എല്ലാ കാര്യത്തിലും ഒരു സർപ്രൈസും സസ്പെൻസും ഒക്കെ ഉണ്ടല്ലോ അമ്മ. വാമ്മ.
ചക്കിയുടെ കല്യാണക്കാര്യം വല്ലതും നന്ദിന്റെ മനസ്സിലുണ്ടോ മോളെ? അത് ഉറപ്പല്ലേ. ഇത്തവണ വരുമ്പോ അതിനും കൂടി ഒരു തീരുമാനം ഉണ്ടാവും. ഉം. ആ, അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതാ പാട്. ഇത്രയും ചെറുതിലെ അവളെ പിടിച്ച ഒരാൾക്ക് കൊടുക്കാന്ന് വെച്ചാ ഇവിടെ ഒരു പാത്രം എടുത്ത് തിരിച്ചു വെക്കാത്ത കുട്ടിയെ ഒരു വീട് ഭരിക്കാൻ പോന്നേ. കല്യാണം നടത്താതെ പറ്റില്ലല്ലോ അമ്മ. അമ്മയ്ക്കറിയില്ല അവളുടെ തലക്കുറി. ആ, അതും നേരാ. ജാതകത്തിൽ പറയുന്നത് വിശ്വസിക്കണം, അതനുസരിച്ചേ പറ്റൂ. രുദ്രൻ തിരുമേനി അടുത്തിടെ വിളിച്ചപ്പോഴും ഇക്കാര്യം ഓർമ്മിപ്പിച്ചു എന്നാ നന്ദേട്ടൻ പറഞ്ഞത്. ആ, 19 വയസ്സ് തികയുന്നതിന് മുൻപേ കല്യാണം, അത് നടന്നിരിക്കണം. വൈക്കത്തപ്പന്റെ അനുഗ്രഹം ഉണ്ടാവും, എല്ലാം നല്ല രീതിയിൽ നടക്കും. അമ്മേ, ചക്കി ചക്കി. എന്താണ് മഞ്ഞുമുത്തശ്ശിയും മരുമോളും തമ്മിലൊരു ഗൂഢാലോചന? വെളുപ്പിനെ തന്നെ എന്നെ കെട്ടിച്ചുവിടാനുള്ള പദ്ധതിയാണോ? ഒന്ന് പോടാ ചക്കി. ആ, അമ്മുക്കുട്ടി വേഗം ചെന്ന് റെഡി ആയിട്ട് വന്നേ. ഇല്ലെങ്കിൽ നടത്തത്തിന്റെ സമയം തെറ്റും. കാഴ്ചക്കാരുടെ കണ്ണും മുഷിയും. ഷോ, ഞാൻ അമ്മയോട് സംസാരിച്ചിരുന്ന സമയം പോയതേ അറിഞ്ഞില്ല. ഞാൻ വേഗം റെഡി ആയിട്ട് വരാവേ. ഗുഡ് മോർണിംഗ്. ആഹാ, വന്നല്ലോ ആകാശവാണി പങ്കജ്. ഇന്ന് എന്താണ് സമാചാരം? ഓ, എന്നാ വാർത്തയാ? ഒന്നുമില്ലെന്നേ. അത് ചുമ്മാതെ. ഏതൊരു ന്യൂസും ചാനലിനേക്കാളും വേഗം പങ്കു ചേച്ചി അറിയുന്ന നാട്ടുകാർ പറയുന്നു. അങ്ങനൊന്നും ഇല്ലെന്നേ. പിന്നെ വരുന്ന വഴിക്ക് ഇച്ചിരി പച്ചക്കറിയും കോരമീനും കണ്ടു. ഞാൻ അങ്ങ് വാങ്ങിച്ചു. വൈകിട്ട് പോകുമ്പോ കാശ് തന്നാ മതി. കോരമീനോ? സോറി, കേരമീൻ. കേരം തിന്നും കേരള നാട്ടിൽ കേരമീനും പടയ്ക്കും 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 പട. പങ്കജം, എന്തോ? നിന്നോട് ഇത്രയും സൈഡ് ബിസിനസ് ഒന്നും ഇവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? അതിനിപ്പോ എന്താ ശങ്കരിയമ്മച്ചി? എന്തായാലും ഇവിടോട്ട് വാങ്ങിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു. ആഹാ ആഹാ. മീൻ വാങ്ങിക്കാൻ ഇറങ്ങിയത് കൊണ്ട് എന്താ? ആർക്കും കിട്ടാത്തൊരു വാർത്ത എനിക്ക് കിട്ടി. എന്താ സ്കൂപ്പ്? പറ കേക്കട്ടെ. ആ, നമ്മുടെ സിവിൽ ലൈൻ റോഡിൽ താമസിക്കുന്ന ഒരു കോളേജ് പ്രൊഫസർ ഉണ്ട്, നളിനാക്ഷൻ. പുള്ളിക്കൊരു മോളുണ്ടായിരുന്നേ. കഷ്ടിച്ചൊരു 20 വയസ്സുള്ള ഒരു ശിങ്കാരി. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഒരുത്തന്റെ കൂടെ ഒളിച്ചോടാൻ ഇറങ്ങിപ്പോയി. അയ്യോ, എന്നിട്ട്? അയ്യോ, മുട്ടന്റെ ഇതൊന്നും അല്ല. ഫേസ്ബുക്കിലെ പടം കണ്ടിട്ടാണ് പെങ്കൊച്ച് പ്രേമിച്ചത്. കാമുകനെ നേരിട്ട് കണ്ടപ്പോഴല്ലേ അക്കടി മനസ്സിലായത്. 60 വയസ്സുള്ള ഒരു കിളവൻ. അയ്യോ, പങ്കജം. ആ, വിധിയെ തടുക്കാൻ വില്ലേജ് ഓഫീസർക്ക് പറ്റില്ലല്ലോ. നിന്റെ നാവിന്ന് നല്ല വാക്കുകളൊന്നും വരില്ലേ? ഉള്ളത് പറഞ്ഞ ഞാനായി ഇപ്പൊ കുറ്റക്കാരി. സൂക്ഷിച്ച എല്ലാവർക്കും കൊള്ളാം. കളങ്കമില്ലാത്ത മനസ്സാ എന്റേത്, അതുകൊണ്ട് പറഞ്ഞു പോയതാ. അമ്മേ, ഞങ്ങള് പോയിട്ട് വരാം. മണി. സൗന്ദര്യ മത്സരവും ഓട്ട മത്സരവും. മീൻ വെക്കണ വറക്കണ? വെക്കല്ലേ? വെക്കാം. അയ്യോ, സുധാരൻ ചേട്ടാ, നല്ല ചൂര അയല മത്തി എടുക്കട്ടെ? ഇപ്പൊ ഒന്നും വേണ്ട. എങ്കി ഒരു ചായ എടു. തരാ സുഗത, നിക്ക്. നിക്കാനൊന്നും സമയമില്ല, ഒരുപാട് മീൻ മിക്കുള്ളതാ. തരാടാ, പിടയ്ക്കാതെ. 1 മിനിറ്റ്. ആർക്കൊക്കെയാടാ ചായ വേണ്ടത്? മരി മരി. ആ, അമ്മ
അമ്മക്കുട്ടിയും മോളുകുട്ടി ഇന്ന് കൃത്യസമയത്ത് തന്നെയാണല്ലോ. ഈ അമ്മയും മോളെയും കണി കണ്ടിട്ട് പണി തുടങ്ങിയ അതിന്റെ ഐശ്വര്യം ഒന്ന് വേറെ തന്നെയാ. ഗുഡ് മോർണിംഗ് ടീച്ചറെ. ഗുഡ് മോർണിംഗ്. എവിടെ പോയതാ രാവിലെ തന്നെ? ക്ഷേത്രത്തിൽ പോയതാ. ഓ, ക്ലാസ് തുടങ്ങിയില്ലേ ടീച്ചറെ? തുടങ്ങി മായ. മോളെ വിടാൻ വേണ്ടിയാ. ഓ, വിട്ടോളൂ. ശരി എന്നാ. ശരി. അമ്മയും മോളുവാ, പക്ഷെ കണ്ടാ പറയോ എന്തൊരു സൗന്ദര്യ. ചേച്ചി അനിയത്തിനെ പറയൂ. അമ്മക്കുട്ടി ഓടി ഓടി ദിവസം കഴിയുന്തോറും കൂടുതൽ കൂടുതൽ ചെറുപ്പമാവണമെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭീഷണിയായിട്ട് ഗ്ലാമർ കൂടി വരുവാണോ എന്നൊരു സംശയം. ഒന്ന് പോയേടി. സത്യം. ചുമ്മാതാണോ നാട്ടുകാർ കണ്ണു വയ്ക്കുന്നത്? ചക്കിയുടെ പിറന്നാളിനെ അച്ഛന്റെ വക എന്തോ വലിയ സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. വല്ല കല്യാണ ചെക്കനെയും തപ്പിയെടുത്തോണ്ട് വരാനായിരിക്കും. ആ, അച്ഛൻ വരുമ്പോ നേരിട്ട് ചോദിക്കേ. അച്ഛൻ ഇന്ന് വരുമോ? പിന്നെ വരണ്ടേ? ഒറ്റ പുത്രിയെ കാണാൻ കണ്ണു കൊതിച്ചിരിക്കുവാ. ശോ. ഡി ചക്കി, ഡി നിക്ക്. നിക്കടേ. എന്താടി ചക്കി നിനക്ക്? അച്ഛന് നിന്നെ പ്രാണനല്ലേ? അതൊക്കെയാ, പക്ഷെ അമ്മക്കുട്ടിയുടെ സ്നേഹം തട്ടിത്തൂവി അപ്പുറത്തേക്ക് പോകുന്നത് എനിക്ക് സഹിക്കൂല. എടി എന്റെ ഭർത്താവാടിയത് കുശുംബി. ആ, ഒരു വലിയ ഭാര്യ. വാ. അമ്മക്കുട്ടി, ഓ നമുക്കേ വീട്ടിലെ ത്രെഡ്മില്ലും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വേണമെങ്കിൽ അച്ഛനോട് പറഞ്ഞ് വലിയൊരു ജിം തന്നെ വീട്ടിൽ സെറ്റ് ചെയ്യാം. എന്തിനാ ഈ വെളുപ്പിനെ നാട്ടുകാരെ കാണിക്കാൻ എല്ലാ ദിവസവും ഇങ്ങനെ നടക്കുന്നേ? എടി ചക്കി, ഈ പ്രകൃതിയുടെ ഭംഗിയും മണ്ണിന്റെ മരത്തിന്റെ മണമൊക്കെ ആരോഗ്യമുള്ള മനസ്സിന് വളരെ പ്രധാനം. പിന്നെ അമ്മക്കുട്ടി, എന്താടി പെണ്ണേ? അമ്മക്കുട്ടി എന്താ ഇലക്ഷൻ നിൽക്കാൻ പോകുന്നോ? കാണുന്നവരെല്ലാം ചിരിച്ചും കൈ കാണിച്ചും സ്വീകരിക്കുന്നു. ആ കൂട്ടത്തിൽ ഒരുത്തം പോലും എന്നെ ഒന്നും നോക്കുന്നില്ല. അതെ, സൗന്ദര്യം അല്പം കൂടിപ്പോയതിന്റെ കുഴപ്പാ മോളെ. അപ്പൊ എനിക്കെന്താ സൗന്ദര്യം ഇല്ലേ? ആ, അത് മറ്റുള്ളവരോട് ചോദിക്കണം. വാ. സോറി. എന്ത് സോറി? ഒരാൾ നക്ഷത്രം പോലെ ഇവിടെ നിൽക്കുന്ന കണ്ടില്ലേ? അതെ, മനഃപൂർവ്വം അല്ലല്ലോ കുട്ടി. കുട്ടിയോ? ഞാനത്ര കുട്ടിയൊന്നും അല്ല. എന്നാൽ എന്റെ മുതിർന്ന സ്ത്രീയെ ഞാൻ ഓടി വന്നപ്പോ അറിയാതെ ഒന്ന് മുട്ടിപ്പോയി. വീണ്ടും സോറി. കണ്ണ് കിട്ടിയിട്ടൊന്നും അല്ലല്ലോ ഓടി വരുന്നേ. എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ എങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ കാണായിരുന്നു. ആരാടി നിന്നെ ഇടിച്ചിടാൻ നോക്കിയ സുന്ദരൻ? ആ, ആർക്കറിയാം, ഏതോ ഒരു കണ്ണോട്ട് നോക്കിക്കാണ്ടൊരു പോക്ക്. ഒരെണ്ണം കൊടുക്കേണ്ടതായിരുന്നു. ഒന്ന് ക്ഷമിക്കടി, പോട്ടെ. ആ പാവം എന്നെ ഒന്ന്. ആ, ചുമ്മാതല്ല ബാക്കിയുള്ളവരെ കൊല്ലാൻ നോക്കിയത്. ആ, നല്ല സുന്ദരൻ ചെക്കനാ അല്ലേടി? ആണോ? എന്നാ നമുക്ക് ആലോചിച്ചാലോ? 2 പൂമാല ഇപ്പൊ തന്നെ അങ്ങ് മേടിക്കാമേ. എടി ചക്കി, എടി സുന്ദരനാണത്ര. എന്റെ പൊട്ടിക്കളി, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. എടി അതെന്റെ സ്റ്റുഡന്റിന്റെ അങ്കിളാ. ആ, വീട്ടില് നൃത്തം പഠിക്കാൻ വരുന്ന ചെറിയ കുട്ടിയില്ലേ കുഞ്ഞാറ്റ, അവളുടെ മാമനാ.
ഡോക്ടറാ. പേര് വിപിനെന്നോ മറ്റോ ആണ്. ഒരു തവണ ടൗണിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. ഡോക്ടറോ എഞ്ചിനീയറോ എന്ത് കുന്തെങ്കിലും ആവട്ടെ, അതിന് എനിക്കെന്താ. ചക്കി, അമ്മ ഒന്നിങ്ങോട്ട് നടക്കാൻ നോക്ക്. വല്ലതിന്റെ കാര്യം പറഞ്ഞോണ്ട് നിക്ക. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ചക്കി പെണ്ണെ, അവിടെ നിന്നേ നീ. ചക്കി, സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടിലെ കല്യാണം. എന്റെ സുരേഷ് പിള്ള ചേട്ടാ, മിന്നിച്ചേക്കണേ. സൂപ്പർ, പെർഫെക്റ്റ്, ഓക്കേ. ചൂടോടെ അങ്ങ് പോസ്റ്റ് ചെയ്യേക്കാം. മൈ സാമ്പാർ കിടിലൻ, പൊളി, സൂപ്പർ, പെർഫെക്റ്റ്. നീ ആരോടാ ഈ വർത്താനം പറയുന്നേ? എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഈ സാമ്പാറിനോട്, അല്ലാതെ ആരോടാ? അത് ശരി. ശങ്കരി അമ്മച്ചി പാത്രം കഴുകുവാണോ? അതിനെന്താ? എന്നാ പിന്നെ കുറച്ചുകൂടെ തരട്ടെ കഴുകാൻ. ഏ? എന്റെ അമ്മച്ചി, ഇതൊക്കെ ഞാൻ ചെയ്യൂലേ? അവരെങ്ങാനും കണ്ട എന്നെ പണി പോകത്തില്ലേ? അല്ല ശങ്കരി അമ്മച്ചി, ഇവിടുത്തെ കൊച്ചിനെ കെട്ടിച്ചു വിടാൻ പോവാണോ? നിനക്കിപ്പൊ എന്താ അറിയണ്ടേ? നീ ഇതൊക്കെ എങ്ങനെയാ അറിയുന്നേ? അത് ശരി. ഞാൻ ഇവിടെ രാവിലെ മുതൽ വൈകിട്ട് വരെ മരത്തൂണ് പോലെ ഇങ്ങനെ നിക്കുവല്ലേ. ആ, ന്യൂസ് പിടിക്കാൻ നിന്നെ പിന്നെ പഠിപ്പിക്കണ്ടല്ലോ. മനസ്സുണ്ടേ ശങ്കരിയമ്മച്ചി പറഞ്ഞാ മതി. നമ്മളൊക്കെ പാവങ്ങളാണേ. അതല്ലടി, ഒന്നും ആവാത്ത ഒരു കാര്യത്തെ കുറിച്ച് എന്തു പറയാനാ? നീ ആണെങ്കി നാട് മുഴുവൻ പറഞ്ഞു നടക്കുകയും ചെയ്യും. ശങ്കരിയമ്മച്ചി അത് മറക്കരുത്. കളങ്കമില്ലാത്ത മനസ്സ് എന്റേത്. എടി, ജാതക പ്രകാരം ചക്കിയുടെ കല്യാണം ഉടനെ നടത്തണം, അത്രേ ഉള്ളൂ. ആ, ജാതകമൊക്കെ അറിയാവുന്ന ജ്യോത്സ്യന്മാരെ കൊണ്ട് നോക്കിച്ചിട്ട് വേണം കല്യാണമൊക്കെ നടത്താൻ. ജ്യോത്സ്യന്മാരൊക്കെ അങ്ങനെ പലതും പറയും. ഉദാഹരണത്തിന് എന്റെ കാര്യം തന്നെ നോക്കിയേ. ജ്യോത്സ്യം പറഞ്ഞ എന്താന്നറിയോ? ലൈറ്റ് വെച്ച വണ്ടിയില് മിന്നിച്ചു വരുന്ന ആളായിരിക്കും എന്റെ ഭർത്താവെന്ന്. ഞാൻ കരുതി വല്ല മന്ത്രിയായിരിക്കുന്നു. അറ്റ്ലാസ്റ്റ് ഒരു എസ് എങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു. കിട്ടിയതോ ആംബുലൻസ് ഡ്രൈവറെ. ആ, അത് മാത്രല്ല, ഞങ്ങളുടെ ബന്ധത്തിലെ സതിക്കൊച്ചമ്മയുടെ മോളെ ഇതുപോലെ ഏതോ ഒരു ജ്യോത്സ്യം പറഞ്ഞിട്ട് പിടിച്ച പിടിയാലെ കെട്ടിച്ചതാ. നല്ല തിളക്കമുള്ള ജീവിതമായിരിക്കും ആ കൊച്ചിനുണ്ടാവുന്നേന്നാ ജ്യോത്സ്യന് പറഞ്ഞത്. എന്നിട്ട് എന്തുണ്ടായി? മൂന്നാം പക്കം പെണ്ണ് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ നോക്കാം. നീ ഒന്ന് നിർത്തിക്കേ. വായി തുറന്ന ശോഭക്കേട് മാത്രമേ വരൂ, എനിക്ക് കേക്കണ്ട. അല്ല, കത്തുന്നത് ശോഭക്കേടാണോ? ശോഭയല്ലേ? വെജിറ്റബിൾ സൗന്ദര്യത്തിന് നല്ലതാ. ഇന്നത്തെ ജ്യൂസും ഇനി പങ്കജം കൊളവാക്കി കാണുമെന്തോ. ജ്യൂസ് റെഡിയാണേ. വേണ്ട 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 വേണ്ട. അമ്മക്കുട്ടിക്കുള്ളത് ഞാൻ കൊടുക്കും, എനിക്കുള്ളത് അമ്മക്കുട്ടി കുടിക്കും. അതാണല്ലോ പതിവ്. ഓ, പതിവൊന്നും തെറ്റിക്കണ്ടായേ. എനിക്ക് അടുക്കള വേറെ ജോലി. അമ്മക്കുട്ടി, എന്താടി ചക്കി? അമ്മക്കുട്ടി ആ ഫോട്ടോ നോക്കിയേ. എന്ത്? അതെ, എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം ഇതാ. അച്ഛൻ എന്തിനാ റെയിൽവേയിൽ ഇത്രയും വലിയൊരു ജോലിയും കളഞ്ഞ് ഈ എസ്റ്റേറ്റും കൃഷിയൊക്കെ ആയിട്ട് പോയത്? എന്താ അമ്മക്കുട്ടി?
അച്ഛന് തീവണ്ടിയുടെ അലർച്ചയും ബഹളവും ഒക്കെ മടുത്തിട്ടുണ്ടാവും. പിന്നെ കൃഷിയോട് താല്പര്യമുള്ള ആളായിരുന്നല്ലോ. അതുകൊണ്ടാണോ? ആ അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? എന്റെ ചക്കിക്കുട്ടി ഒരു എസ്റ്റേറ്റ് മുതലാളിയുടെ മോളായില്ലേ? കുട്ടികൾ വന്നു. ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. ഞാൻ എന്താ വരുന്നു കുട്ടികളോടൊന്ന് പറഞ്ഞേക്കെ. മോനെ വിപി, അച്ഛനും മരുന്ന് കൊണ്ടുവരുന്ന കാര്യം മറക്കരുത് കേട്ടോ. ഇല്ലമ്മേ, അത് ഞാൻ മറക്കോ? അച്ഛനെന്തേ? കർഷകശ്രീ രാവിലെ തന്നെ പതിവ് ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ശരിയമ്മേ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്താ ചേച്ചി? മോളെ ഒന്ന് ഡാൻസ് സ്കൂളിലേക്ക് വിടണേടാ. ശശാങ്കൻ അളിനോട് പറ, എനിക്ക് പോയിട്ട് ധൃതിയുണ്ട്. അതിന് നിന്റെ ശശാങ്കൻ അളിയൻ എവിടെ? അത് എന്നോടാണോ ചോദിക്കുന്നത്? ആ, ശശാങ്കേട്ടന്റെ കാര്യം നിനക്കറിയില്ലേ? നിന്റെ അളിയൻ പുതിയ ബിസിനസ് സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ പോയേക്കുവാ. നീയേ കുഞ്ഞാറ്റെ ഡാൻസ് സ്കൂളിൽ വിട്ടിട്ട് പോയാ മതി. മോളെ, ഇവളിത് എവിടെ പോയി? മോളെ, കഴിഞ്ഞില്ലേ ഇന്നത്തെ അധ്വാനം? നമ്മൾ കാപ്പി കുടിക്കുന്നതിന് മുമ്പ് സസ്യജാലങ്ങൾക്ക് ഇത്തിരി വെള്ളം കൊടുക്കണം. എന്ത് പറഞ്ഞാലും അച്ഛനും അച്ഛൻ്റെ ഒരു പുരാണവും. എടാ, പുരാണത്തിൽ പതിരില്ലെന്നാ. പുരാണത്തിൽ പതിരില്ല, പക്ഷെ പുരാവസ്തുവിൽ പതിരുണ്ട്. കാണുന്നില്ലേ വാർത്തകളൊക്കെ? അതാ മോള് റെഡി, പെട്ടെന്ന് കൊണ്ടുവന്നാക്ക്. ബിബിൻ മാമനാണോ എന്നെ കൊണ്ടുപോകുന്നത്? എനിക്ക് ലൊക്കേഷൻ കൃത്യമായിട്ട് അറിയില്ല ചേച്ചി. ഓ, അതത്ര അറിയാനൊന്നുമില്ല. ആ സിവിൽ ലൈൻ റോഡിൽ ചെന്നിട്ട് ഡാൻസ് സ്കൂൾ നടത്തുന്ന സംഗീത ടീച്ചറിന്റെ വീട് ചോദിച്ചാൽ മതി. അല്ല, നിനക്ക് ധൃതിയാണെങ്കിൽ ഞാൻ കൊണ്ടാക്കാം മോളെ. വേണ്ട, എന്നെ വിപിൻ മാമൻ കൊണ്ടാക്കിയാ മതി. പ്ലീസ് വിപിൻ മാമ, പ്ലീസ്. വിപിൻ മാമന്റെ കുഞ്ഞാറ്റ പെണ്ണിനെ മാമൻ തന്നെ കൊണ്ടുവിടാം. അത് എവിടെയാണെങ്കിലും തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് വിടാം. പോയി വണ്ടി കയറി. ബൈ മോളെ. അച്ഛാ, ഞാൻ പോയിട്ട് വരാം. അമ്മേ, പോയിട്ട് വാ. ഓക്കേ, ബൈ. തെയ്യും ത ത തെയ്യും താ ഹ 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 തെയ്യും ത ത തെയ്യും തി തെയ് തെയ്യും ത ത തെയ്യും താ ഹ 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 തെയ്യും. എന്താടോ? എന്തു പറ്റി? ടീച്ചർ, എന്റെ കാല്. അയ്യോ, നോക്കട്ടെ. ഭയങ്കര വേദനയുണ്ടോ? ടീച്ചറെ, ശ്രദ്ധിച്ച് ചെയ്യണ്ടേ? ഗൗരി, ആ വെള്ളം ഇങ്ങെടുത്തേ. വെള്ളം. ഓക്കെ ആയോ? അമ്മക്കുട്ടി, ആ ഒന്നിങ്ങ് വന്നേ. ആ
എഴുന്നേക്കേ പതുക്കെ. ഇപ്പൊ വേദനയില്ലല്ലോ ഗൗരി? ക്ലാസ് ഒന്നോക്കെ. എന്താ ചക്കി? എന്താടാ? എന്തിനാ മത്തങ്ങ കണ്ണിയോട് ഇങ്ങനെ കൊഞ്ചുന്നേ? കൊഞ്ചി മത്തങ്ങ കണ്ണിയോ? നീ എന്താടാ ഇങ്ങനെ? അമ്മക്കുട്ടി എന്തിനാ കണ്ട പിള്ളേരുടെ കാല് തടവാൻ പോകുന്നേ? കണ്ട പിള്ളേരോ? അമ്മയുടെ സ്റ്റുഡൻസ് അല്ലേടാ അവര്. നിന്റെ പ്രായത്തിലുള്ള കുട്ടികള് എന്ന് വെച്ചാ മക്കളെ പോലെ തന്നെയാ. അങ്ങനെ ഇപ്പൊ വേറെ ആരെയും മക്കളായിട്ട് കാണണ്ട. അമ്മക്കുട്ടിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒരാളെ ഉള്ളൂ, ഈ ഞാൻ മാത്രം, അമ്മയുടെ ചക്കി. ഓ എന്റെ ചക്കി, സമ്മതിച്ചു. ഇനി ഈ അമ്മക്കുട്ടി ആരുടെയും കാല് തടവില്ല, പോരെ? ഏ